ഇന്നൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് കേട്ടോ. പിള്ളേർക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് ഒരു കോഴിമുട്ട പൊടിച്ചൊഴിക്കുന്നുണ്ട്, 1/2 കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്, അതുപോലെ 1/2 ടീസ്പൂൺ വാനില എസൻസ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്, ഒരു 1/4 ടീസ്പൂണോളം ബേക്കിംഗ് പൗഡർ ഇടുന്നുണ്ട്, അതേപോലെ പഞ്ചസാര 2 ടേബിൾ സ്പൂൺ, ആവശ്യത്തിന് ഉപ്പ്, പിന്നെ 2 കപ്പ് മൈദ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ 1 കപ്പ് ഞാൻ ആദ്യം ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്ത് കട്ടയില്ലാതെ ഉടച്ചെടുക്കുന്നുണ്ട്. എന്നിട്ട് രണ്ടാമതും ഞാൻ രണ്ടാമത്തെ കപ്പ് ഞാൻ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തിട്ടെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൽ പാല് കുറച്ച് കുറവായി, നല്ല കട്ടി വന്നു. അപ്പോൾ ഞാൻ 1/2 കപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരു ദോശമാവിൻ്റെ പരുവത്തിലാണ് ഞാനിത് എടുത്തിരിക്കുന്നത് കേട്ടോ. ഇനി നമുക്കൊരു പാൻ ചൂടാക്കിയെടുക്കാം കേട്ടോ. അതുമ്മേക്ക് ഒരു തവി മാവ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. മാവ് ഒഴിച്ചു കൊടുത്തിട്ട് ഒരു 2 മിനിറ്റ് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. കുക്കാവും തോറും നമുക്ക് ഇവിടെ ഒരു ഹോൾസൊക്കെ വന്നിട്ട് അങ്ങനെ ബബിൾസൊക്കെ വന്ന് ഹോളാവും കേട്ടോ. എന്നിട്ട് 2 മിനിറ്റ് കഴിഞ്ഞ് ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ പാൻ കേക്ക് റെഡി ആയിട്ടാണ്. നമ്മളിങ്ങനെ ഒരു പാത്രത്തിൽ ഒരു 3-4 പാൻ കേക്കുകൾ ഇങ്ങനെ വെച്ചിട്ട് അതിൻ്റെ മേലെ ഒരു ബ്ലൂബെറി വെക്കുന്നുണ്ട് കേട്ടോ. അവിടെ ബ്ലൂബെറി ഉണ്ട്, അതുകൊണ്ടാണ് അത് വെച്ചത്. സ്ട്രോബെറിയോ ബ്ലൂബെറിയോ മാംഗോ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് അതിൻ്റെ മേലെ വെക്കാട്ടോ. ഇനിയിപ്പോൾ അതൊന്നും ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അതിൻ്റെ മേലെ ഞാൻ എന്നിട്ട് ഹണിയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഹണി ഉണ്ടെങ്കിൽ ഹണി ഒഴിച്ചു കൊടുക്കാം, അല്ലെങ്കിൽ എന്താ പറയുക പഞ്ചസാര സിറപ്പ് ഉണ്ടാക്കിയിട്ട് അത് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. പിള്ളേർക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടുന്ന സാധനമാണ് കേട്ടോ. വെക്കേഷനൊക്കെ അല്ലേ, പിള്ളേർക്കൊന്നും ഉണ്ടാക്കി കൊടുത്തൊക്കെ അപ്പോൾ എന്നും ഉള്ളതിൽ നിന്ന് ഡിഫറെൻ്റായിട്ട് കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ അവർക്ക് ഭയങ്കര ഇഷ്ടമാവും കേട്ടോ. ഇതൊരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ.